കേരള കോൺഗ്രസ് മാണിയും കേരള കോൺഗ്രസും ജോസഫും ഒരേ മുന്നണിയിൽ വരിക എന്നുള്ളതാണ്. അത് സാധ്യമാണോ അല്ലയോ ഇപ്പോഴത്തെ രീതിയിൽ? ഞാൻ ഇപ്പം അതിനൊരു പ്രായോഗികത ഞാൻ ബുദ്ധിമുട്ട് താങ്കൾ പറഞ്ഞു. അല്ല, പ്രായോഗികത ഇപ്പം പറയാം. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി വിഭാഗം ഈ പറയുന്ന UDFിലേക്ക് വന്നു കഴിഞ്ഞാൽ കോട്ടയം ജില്ല എടുക്കുക, ചങ്ങനാശ്ശേരിയിൽ അവരുടെ സിറ്റിംഗ് MLA, കാഞ്ഞിരപ്പള്ളിയിൽ അവരുടെ സിറ്റിംഗ് MLA, അതുപോലെ പൂഞ്ഞാറിൽ അവരുടെ സിറ്റിംഗ് MLA. അവിടെയൊക്കെ ഈ മുന്നണിക്ക് വേണ്ടി വെള്ളം കോരിയും വിറക് വെട്ടിയും നിന്ന ഒത്തിരി ആളുകൾ സ്ഥാനാർത്ഥികളാകാൻ വേണ്ടി റെഡിയായി നിൽക്കുക. ഇപ്പോഴത്തെ രീതിയിൽ ചങ്ങനാശ്ശേരിയും ഇടതുപക്ഷം തോറ്റുപോകും, ഈ പറയുന്ന കാഞ്ഞിരപ്പള്ളിയും ഇടതുപക്ഷം തോറ്റുപോകും, പൂഞ്ഞാറും തോറ്റുപോകും. തോറ്റ് നിൽക്കുന്ന കുറേ ആളുകളെ പിടിച്ച് വീണ്ടും മുന്നണി കൊണ്ടുവന്ന് അവർക്ക് സീറ്റ് കൊടുത്തിട്ട് ഈ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകൾക്ക് സീറ്റ് നിരാകരിക്കുന്ന ഒരു സംഭവത്തിലേക്ക് കോൺഗ്രസോ കേരള കോൺഗ്രസോ എഗ്രി ചെയ്യുമെന്ന് പറയുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല. ഞാൻ പറയാം, ഞാൻ അതുപോലെ കേൾക്കുക. റാന്നി എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം എന്തോ സാഹചര്യത്തിൽ പ്രമോദ് നാരായണൻ ജയിക്കുന്നൊരു സീറ്റാണ്. ഈ പ്രാവശ്യം റാന്നിയിലെ ജില്ലാ പഞ്ചായത്ത് 2 ഡിവിഷനാണുള്ളത്. ഒന്ന് കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചു, ഒന്ന് കോൺഗ്രസിൻ്റെ ഒരു ആർക്കിടെക്റ്റായിട്ടുള്ളൊരു യുവ നേതാവ് അവിടെ ജയിച്ചിട്ടുണ്ട്. ആ സീറ്റ് കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഈ പ്രാവശ്യം അവിടെ ജയിക്കും. പത്തനംതിട്ടയിലെ 5 നിയോജക മണ്ഡലങ്ങളിൽ 5ഉം ജയിക്കാനുള്ള ഒരു സാഹചര്യമാണ്. ഇവരില്ലാണ്ട് തന്നെ ഈ പറയുന്ന ഇടുക്കിയും കോട്ടയവും പത്തനംതിട്ടയും ഈ പറയുന്ന UDF, അതെ, ഇടുക്കിയിലെ 17 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ 14 UDF ജയിച്ചു. കോട്ടയത്ത് ജോസ് കെ മാണിയുടെ തട്ടകം എന്ന് പറയുന്ന കോട്ടയത്ത് ബഹുഭൂരിപക്ഷത്തിൽ UDF ജയിച്ചു നിൽക്കുക. പത്തനംതിട്ടയും തിരിച്ചു പിടിച്ചു. അവരുടെ ഈ പറയുന്ന അവരുടെ ഒരു സ്വാധീനമുള്ള ഈ മണ്ഡലങ്ങളിൽ അവരില്ലാണ്ട് തന്നെ ഈ ഒരു പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് UDFന് കിട്ടി എന്ന് പറയുമ്പം പിന്നെ അവരെ കൊണ്ടുവരുന്നതിന് ആവശ്യമെന്തോ?